ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു GMC ആണ്. ഈ GMCക്ക് കുറച്ചധികം എഞ്ചിൻ്റെ നോയ്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതിൻ്റെ അകത്ത് കുറച്ച് നോയ്സ് അധികമാണ്. അപ്പോൾ ഈ ഒരു സൈഡിലാണ് കുറച്ച് കൂടുതലുള്ളത്. നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എൻജിൻ ഡിസ്മാൻഡിൽ ചെയ്യാൻ പോകുന്നുണ്ട്, എൻജിൻ നമ്മൾ അഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എൻജിൻ അഴിച്ചതും കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എൻജിൻ അഴിക്കുന്നത് നമ്മുടെ സുധീഷും പ്രവീണും കൂടിയാണ് ഇതിൻ്റെ എൻജിൻ അഴിക്കുന്നത്. അപ്പോൾ നമ്മൾ സുധീഷ് എല്ലാത്തിനും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. അഴിച്ചതിന് ശേഷമുള്ളൊരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബ്ലോക്കാണിത്. ഇത് ഓയിൽ കൃത്യമായിട്ട് സർവീസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ഫുള്ള് സ്ലഡ്ജായിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ ഓയിൽ മാനിഫോൾഡൊക്കെ കണ്ടല്ലോ, ഓയിൽ മാനിഫോൾഡൊക്കെ ഫുള്ള് സ്ലഡ്ജായിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ അകം മൊത്തം അതേമാതിരി തന്നെയാണ്. അതേമാതിരി തന്നെ ഇതിൻ്റെ എൻജിൻ നോയ്സിന് വരാൻ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ്. ഇത് വാൾ ലിഫ്റ്ററാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ് കൊണ്ടാണ് ഇതിൻ്റെ എൻജിന് ഭയങ്കരമായിട്ട് നോയ്സ് വന്നത്. ഇത് ഈ വലിയ സാധനം വലിയ കുഴപ്പമില്ല, എന്നാൽ ചെറുതായിട്ടിരിക്കുന്നത് സ്റ്റക്കായത് കാരണമാണ്. അതേമാതിരി തന്നെ ഇതിൻ്റെ പുഷ് റോഡ്, ചില വാഹനങ്ങളിലൊക്കെ നമ്മൾ അയക്കുന്ന സമയത്ത് പുഷ് റോഡൊക്കെ ബെൻഡൊക്കെ ആവും. ഇതിൻ്റെ അകത്ത് നോയ്സ് വന്നപ്പോൾ തന്നെ നമ്മൾ കംപ്ലീറ്റ് അയച്ചു. അതേമാതിരി തന്നെ ഇതിൻ്റെ ഓയിൽ മാനിഫോൾഡ് 4 സിലിണ്ടറിലോട്ടുള്ള ഫ്യൂൽ കട്ട് ഓഫ് ചെയ്യുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഏതൊക്കെയാണ് 4 സിലിണ്ടർ എന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒരു വീഡിയോ വരുന്നതാണ്. ഇനി നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ ഡൗട്ട് ഉണ്ടാവും, ഇത് നമുക്ക് എഞ്ചിൻ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗിയർ ബോക്സ് ഇറക്കണമെന്ന്. അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ ഗിയർ ബോക്സ് ഒന്നും നമ്മൾ ഇറക്കിയിട്ടില്ല. നമ്മൾ എഞ്ചിൻ മാത്രം മുകളിൽ നിന്ന് എഞ്ചിൻ ഹാങ്ങർ വെച്ച് നമ്മൾ ഹാങ് ചെയ്തെടുത്തു. ഗിയർ ബോക്സ് നമ്മൾ ഇവിടെ തന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസർ ബാറിന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ നിർത്തി. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് അയച്ചിട്ടില്ല. അപ്പോൾ സസ്പെൻഷനും കാര്യങ്ങളും നമ്മളൊന്നും അയച്ചിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.